എല്ലാവരെയും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അതിന് തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ ഈ ചാനലിലൂടെ നടത്തുന്നുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, പ്രത്യേകിച്ച് ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ലൈവിലൂടെ എല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം അമ്മ വെളിപ്പെടുത്തിയൊരു കാര്യമാണ്, അതായത് ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് അമ്മ മാതാവിനോട് നേരിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക എന്നുള്ളത്. ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനകൾ മുഴുവനായിട്ട് പങ്കുചേരണം. അതുപോലെ തന്നെ അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ്. അമ്മ മാതാവിനോട് നേരിട്ടാണ് നിങ്ങൾ ലൈവിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുന്നത്. കാരണം അമ്മ വെളിപ്പെടുത്തുന്ന ലൈവാണ്, അമ്മ പ്രത്യക്ഷപ്പെടുന്ന ലൈവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേരിട്ട് സമർപ്പിക്കുമ്പോൾ അമ്മ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിലെല്ലാം അമ്മയുടെ ഇടപെടലുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിലൂടെ നടക്കുന്നുണ്ട്. ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരും അമ്മ മാതാവ് വിടുവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവിൽ പങ്കുചേരുകയും ലൈവ് 7:30 വൈകിട്ട് 7:30 ലൈവ് കണ്ടക്ട് ചെയ്യുന്നത്. പങ്കുചേരുകയും ചെയ്യുന്നവർക്ക് അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ് ദീർഘായുസ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അമ്മ വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടെയുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് തന്നെ ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. കാരണം അമ്മ മാതാവിനോട് നമ്മൾ നേരിട്ടാണ് സംസാരിക്കുന്നത്, നേരിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ ആവശ്യങ്ങൾ നേരിട്ടാണ് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. ലൈവ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എല്ലാ ദിവസവും നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. അമ്മ മാതാവ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ദീർഘായുസ് ലഭിക്കുന്നതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി ഉറപ്പ് തന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുക. അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തിരിക്കണം. ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുത്തിരിക്കണം. ഒരാൾ പോലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ആൾ ഒഴിവായി പോകരുത്. മുഴുവൻ ആൾക്കാരും അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഇവർക്ക് ലൈവിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും അമ്മയോട് നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് അവസരമുണ്ടാകണമേ അമ്മേ മാതാവേ. ഈ മക്കളെ അമ്മ അതിനിടയാക്കണമേ അമ്മേ മാതാവേ. ഈ മക്കൾ എല്ലാ ദിവസവും അതത് ദിവസത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ അമ്മയോട് നേരിട്ട് ലൈവിൽ തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടാക്കണമേ. അങ്ങനെ ഉണ്ടായിക്കൊണ്ട് ഇവരുടെ ദീർഘായുസ് അമ്മ കൂട്ടണമേ അമ്മേ മാതാവേ. അമ്മ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ, അമ്മ ഉറപ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ദീർഘായുസ് ലഭിക്കണമേ അമ്മേ മാതാവേ. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത് അമ്മേ മാതാവേ. ഇവരുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അമ്മയുടെ പക്കലേക്ക് തുറന്നു പറയുകയാണ്. അമ്മേ മാതാവേ, ഓരോരോ പ്രശ്നങ്ങൾ ഓരോരുത്തരെ ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ കടബാധ്യതകൾ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ലൈവിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരെയും അമ്മ വിടുവിക്കുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവേ. അവർക്ക് പൂർണ്ണ ശക്തി കൊടുക്കണമേ അമ്മേ മാതാവേ. ലൈവിൽ എപ്പോഴും പങ്കുചേരുവാനായിട്ട് അവർക്ക് പൂർണ്ണ ശക്തി കൊടുക്കണമേ അമ്മേ മാതാവേ. അവരെ അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അവരെ ബലപ്പെടുത്തണമേ അമ്മേ മാതാവേ. പൂർണ്ണ ശക്തിയും പൂർണ്ണ ബലം അവർക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ. അമ്മയോട് എപ്പോഴും ചേർന്ന് നിൽക്കുവാനുള്ള സാഹചര്യം അവർക്ക് കൊടുക്കണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഏത് ബുദ്ധിമുട്ടുകളാണെങ്കിലും, ഒരു ജോലി ലഭിക്കാത്ത ബുദ്ധിമുട്ടാണെങ്കിലും അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവർക്ക് ജോലി ലഭിക്കാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ജോലി സാഹചര്യങ്ങളിൽ, ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഇല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ, യുദ്ധത്തിൽ പെട്ടുപോയവർ, ഇല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ പെട്ടുകിടക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ. എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല രീതിയിൽ പാസ്സാകുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ജോലി ലഭിക്കാത്ത മുഴുവൻ വ്യക്തികളും അമ്മേ മാതാവേ, അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയോ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മക്കളെല്ലാം അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അവരെല്ലാം അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവ്, PSC എക്സാം എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്നവർ, മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഇവരെല്ലാവരും അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനോർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മേ മാതാവേ.
അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അസുഖമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ അസുഖം മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിൽ വളരെ ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവ് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. കുടുംബത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവ് തീർച്ചയായിട്ടും ആ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് സന്തോഷം സമാധാനം കൊടുക്കണമേ അമ്മേ മാതാവ്. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് അമ്മ മാതാവ് അവരെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ്. അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ അത്ഭുതം നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ് അമ്മേ മാതാവ്. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട് അമ്മേ മാതാവ്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മക്കളില്ല എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിവാഹം നടക്കുന്നില്ല എങ്കിൽ അമ്മേ മാതാവേ ആ വ്യക്തികൾക്ക് വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മേ മാതാവേ രാജ്യങ്ങൾ തമ്മിലുള്ള ക്രമസമാധാനം ഇല്ലായ്മ അമ്മ മാതാവ് അതിൽ ഇടപെട്ടുകൊണ്ട് ആ രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം കൊണ്ടുവരുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നതിനോർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയണം അമ്മേ മാതാവേ. അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീട് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവർക്കൊരു വീട് വെക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് സ്ഥലം വാങ്ങുവാനായിട്ടുള്ള ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമേ അമ്മേ മാതാവേ. വീട് സ്ഥലവും വിൽക്കുവാനായിട്ട് ഏതെങ്കിലും വ്യക്തി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് ആ വ്യക്തിയുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ആ വീട് സ്ഥലം വിൽക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഉണ്ടാക്കി കൊടുക്കണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ ജപ്തി വക്കിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് അവരുടെ ജപ്തി മാറിക്കൊണ്ട് അവർക്ക് സ്വന്തമായിട്ടൊരു വീട് സ്ഥലം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ. അവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണമേ അമ്മ മാതാവ്. അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. നിങ്ങൾ ലൈവിൽ പങ്കെടുത്ത് അമ്മയോട് നേരിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവ് നിങ്ങളെ തീർച്ചയായിട്ടും വിടുവിക്കുന്നതാണ്. ഏത് പ്രശ്നമാണെങ്കിലും നിങ്ങൾ ഏതൊരു പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ലൈവിൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് അമ്മ മാതാവിനോട് നിങ്ങൾ നേരിട്ട് സമർപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെന്ത് പ്രശ്നമാണെങ്കിലും അതെല്ലാം മാറുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ലൈവിൽ നിങ്ങൾ പങ്കുചേരുക. ലൈവ് ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അമ്മ മാതാവ് ലൈവിലൂടെ എല്ലാവരും നേരിട്ട് കേട്ടുകൊണ്ട് മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവേ അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും അമ്മയുടെ സംരക്ഷണത്താൽ ഒരപകടവും കൂടാതെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ യാത്രകൾ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. ഇവർക്കൊരു രീതിയിലുള്ള അസുഖവും വരാതിരിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അമ്മ ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ എല്ലാം അമ്മ വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അമ്മേ മാതാവേ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മേ മാതാവ് ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുകയും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവരെ ലൈവിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ മറ്റു മക്കളെ കൂടെ കൂട്ടി യോജിപ്പിക്കുന്ന മക്കളെ അമ്മ മാതാവ് കൈവിടരുതേ അമ്മ മാതാവ്. അവരെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് അവരെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവരെ എപ്പോഴും കൈ താങ്ങിക്കൊണ്ട് അമ്മ മാതാവ് സുരക്ഷിതമായി അവരെ കൊണ്ടുപോകാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവ്. അമ്മ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് ഞാൻ നന്ദി പറയുകയാണ്. അമ്മ മാതാവേ അമ്മ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുകയാണ്.